ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് മേഘാലയയിലെ വാഹൻ വില്ലേജ്. ഇവിടെ ഒരു ബാംബു ട്രക്കിംഗ് ഉണ്ട്. ഏകദേശം ഒരു 4 മണിക്കൂർ പോകാൻ പോവാണ്. എന്താവുന്നൊന്നും അറിയില്ല. പോയി വന്നാൽ നമുക്ക് കാണാം. ഇപ്പൊ സമയം 11 മണി. ഇതാണ് മാവറിംഗ് ഗാങ് ടൂറിസ്റ്റ് സ്പോട്ട്. ഇവിടെയാണ് നമ്മുടെ ബാംബു ട്രക്കിംഗ് ഉള്ളത്. ഇവിടെയാണ് നമ്മുടെ ടൂറിസ്റ്റേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവരെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ട് ചെറിയൊരു ഹോട്ടലും ചായപ്പീടി പോലത്തെ ഒക്കെ ഉണ്ട്. അവിടെ എന്തെങ്കിലും കഴിക്കുക, ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് നടക്കുക. ഏകദേശം ഒരു 4 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നടത്തത്തിനനുസരിച്ചിരിക്കും, കയറ്റം കയറിയിട്ടും ഇറങ്ങിയിട്ടൊക്കെ ഉള്ള. അപ്പൊ ഇവിടെയാണ് ഒരു ചെറിയൊരു ചായപ്പീടി ഉള്ളത്. അപ്പൊ എന്തെങ്കിലും ഒന്ന് കഴിക്കാതെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നം. വയലിൽ ചെറിയ കടകളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ എന്നാലും ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോവാന്. അപ്പൊ ഡബിൾ ഓംപ്ലേറ്റ് അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. മുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു മേഘാലയയിൽ നിന്ന്, ചിറാപുഞ്ചിയിൽ നിന്ന്. അപ്പൊ ഇവിടെ സ്റ്റിക്കുകൾ ഉണ്ടല്ലേ, ഇവിടെയും സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് ഇല്ലാണ്ട് ഒരു പരിപാടിയില്ല. കാരണം ഇറക്കാൻ കയറ്റം, കയറ്റം ഇറക്കും, ഇറക്കാൻ കയറ്റം, ഇങ്ങനെയുള്ളത്. ഇവിടെ ഇപ്പൊ കോൺക്രീറ്റ് റോഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ താഴെ തന്നെയാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഇതിങ്ങനെ ഇറങ്ങി 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 അങ്ങനെ അങ്ങോട്ട് പോണം. എന്റെ കയ്യിൽ പിന്നെ വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട്. പിന്നെ ഇവിടെ ടോയ്ലറ്റാണ് അങ്ങോട്ടേക്ക്. അവിടെ 10 രൂപയാണ് ചാർജ്. അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് നടക്കാനുള്ള പരിപാടി, നോട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിക്കറ്റ് ചാർജും ഉണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ളത്. കാരണം ഇവിടെ അങ്ങനെയാണ്, ടിക്കറ്റ് ഇല്ലാത്ത പരിപാടി ഇല്ല. എന്നാൽ അധികം ചാർജ് ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ഗ്രൂപ്പ്, നമ്മുടെ മെമ്പർമാരെല്ലാരും റെഡി ആയിട്ട് നടക്കാനുള്ള പരിപാടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ കല്ലും മുട്ടിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ റൂട്ട് ബ്രിഡ്ജിന്റെ അങ്ങനത്തെ സ്റ്റെപ്പുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് ഇവിടുത്തെ തദ്ദേശികളും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇതിലെ അങ്ങനെ അങ്ങനെ നടന്ന് അങ്ങനെ പോവാ. ഇനിയിപ്പോ വഴിയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കാണാം. ഇവിടെയാണ് നമ്മുടെ ടിക്കറ്റ്, കുറച്ചങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു ഏരിയ ഉള്ളത്. അപ്പൊ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 150 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇതുവരെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. പോലീസും പട്ടാളൊന്നും ഇവിടെ ഇല്ല. ഇവിടുത്തെ ഈ നാഷണാലിറ്റി ഉള്ള ആൾക്കാർ തന്നെയാണ് ഈ ഭാഗത്തുള്ളത്. പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ ആൾ താമസമൊക്കെ ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു റെസ്റ്റ് ഉള്ള സ്ഥലമുണ്ട്. നമ്മളെ തല കാട്ടി എല്ലാരും. ഇവിടെ ഇതേപോലെ കരിങ്കല്ലുകൊണ്ട് ഇങ്ങനെ പാക്ക് ചെയ്തിട്ടുള്ള സ്റ്റെപ്പുകളാണുള്ളത്. നമ്മുടെ റൂട്ട് ബ്രിഡ്ജിന്റെ അതേപോലെ അല്ല. അവിടെ കോൺക്രീറ്റ് ചെയ്ത സ്റ്റെപ്പുകളാണുള്ളത്. ഇവിടെ ഈ മോഡലാണ് ഉള്ളത്. എന്തോ ഗുരു അത് നീ അവിടെ ഇരുന്നോ, ഞാൻ ഇവിടെ പോകും. എന്നിട്ട് അറിഞ്ഞിരിക്കുന്ന എന്റെ രക്തം വലിച്ചേ, രക്തം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തേ. എന്നിട്ട് അവിടുന്ന് 2 ദിവസം ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ ഇതേപോലെ ബെഞ്ചും കാര്യങ്ങളൊക്കെ റെസ്റ്റ് എടുക്കാൻ. അതിന് പുറമെ ഇങ്ങനെ ചെറിയൊരു പെട്ടിക്കടയുണ്ട്. പെട്ടിക്കടയിൽ ഏകദേശം ഒരു ഡബിൾ ചാർജാണ് സാധനങ്ങൾക്ക്. റെസ്റ്റ് എടുക്കുക ജനങ്ങൾ. സ്റ്റിക്ക് നിർബന്ധമാണ് വരുമ്പോൾ. ഈ നാട്ടുകാരനോ, അവൻ്റെ സ്പീഡ് ഉണ്ടല്ലോ പോകുന്ന പയ്യനാണ് അവന്. ഇങ്ങനെ പോയിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് ഇറങ്ങാം. ഈ ഒരു സ്റ്റെപ്പ് കയറാതെ കുറച്ച് ദൂരം. അതിന് 20 രൂപ ചാർജ്, 20 റുപ്പീസ്. അങ്ങനെ വേണ്ട അങ്ങനെ വരാം.
മേഘാലയ കാണാൻ വരുന്നവരുടെ ശ്രദ്ധയ്ക്കുള്ള മെയിൻ കാരണം അത്യാവശ്യം നല്ല ട്രക്കിംഗ് ഉണ്ടാവും. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ മാത്രം വന്നു. ഒന്നാമത് അത്യാവശ്യം നടക്കാനുണ്ടാവും, പിന്നെ കുറേ സ്റ്റെപ്പുകൾ കയറി ഇറങ്ങാനുണ്ടാവും. പക്ഷെ അടിപൊളി സംഭവമാണ്. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ, പകുതിയായിട്ടില്ല ഒന്നും ഉണ്ടല്ലേ. ഒക്കെ ഇനി താണ്ടണം. ഇവിടെ എത്തിയപ്പോഴാണ് ഒരു ഹാൻഡ് റെയിൽ ഉള്ളത്. അത്യാവശ്യം നല്ല കാറ്റുണ്ട്, നല്ല സുഖമുള്ള കാറ്റ് അല്ലേ, എല്ലൊക്കെ പറയുന്നുണ്ട്. ഇവിടെ മേഘാലയയിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇതേപോലെ ഇങ്ങനെ കൊട്ട വെച്ചിട്ടുണ്ട്. അത് പല സ്ഥലങ്ങളും ഞാൻ കണ്ടിരിക്കുന്നത്. ഇവിടെ മുള ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടാണ് സംശയമുണ്ട്. അതിലാണ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാനുള്ളത്. ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങനെ പോകുന്നു. ഞാൻ എൻ്റെ ബാമ്പു മറ്റേ വേരുകൊണ്ടുള്ള പിന്നെ മര കയറാൻ പോയില്ലേ, പാലം, ഡബിൾ ഡെക്കർ, അവിടെയുണ്ട് ഇതേപോലെ ഇഷ്ടം പോലെ. നല്ല കാറ്റുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലെ മാവിന്റെ മോഡൽ തരാം, പക്ഷെ മാങ്ങയല്ല ഇത് സംഭവം. ഇവിടെ ചെറിയൊരു കടയുണ്ട്, അതിനോട് ചാരിയിട്ട് ഒരു പുഴ ഉണ്ട്. വെള്ളമൊക്കെ കുറച്ച് വറ്റിക്കുന്നു. ആ പുഴയിൽ ടേബിളൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പൊ ചായ നൂഡിൽസൊക്കെ കഴിക്കേണ്ടവർക്ക് ഇവിടെ കഴിക്കാം. നമ്മളെ സുഹൃത്തുക്കളൊക്കെ കുറച്ചു നേരം വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഉണ്ടല്ലേ. അവിടെ വെള്ളമുണ്ട്. ഡൈനിങ് ടേബിൾ പോലത്തെ ഒരു ടേബിളും പ്ലാസ്റ്റിക് ടേബിളും പ്ലാസ്റ്റിക് ചെയറൊക്കെ വെച്ചിട്ടുള്ള സംഭവമാണ്. ഈ പുഴക്ക് കുറുകെ പിന്നെ ഇവിടെ തദ്ദേശീയരനെ ഉണ്ടാക്കിയിട്ടുള്ള മുള കൊണ്ടുള്ളൊരു പിന്നെ ഒരു പാലാണ്. ഈ പാലം എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് അല്ല, ഇങ്ങനെ ഒരു ഇങ്ങനെ പൊന്തി അങ്ങോട്ടേക്ക് താഴ്ന്നുള്ള റാന്നുള്ള മോഡലിലാണ്. കണ്ടില്ലേ, ഇത് ചൂടിയും മുളയും ഒക്കെ കൂടി ഉണ്ടാക്കിയിട്ടുള്ളൊരു പാലാണ്. ഇത് ചെറുതാണ്. ഇത് ഈ ഒരു പുഴക്ക് കുറുകെ ഉള്ള ഒരു മോഡൽ, ഒരു സാമ്പിളാണ്. ഒരു 1.5 അടി വീതിയുള്ള ആകെ ഉള്ളത്. അവിടെ പിന്നെ ഈ പുഴയിലെ മണല് കോരുന്നുണ്ട് കുറച്ച് പണിക്കാര്. ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ നിന്ന് പോന്നിട്ടില്ല, കുറച്ചേരം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നല്ല വെള്ളത്തിൽ കുറച്ചേരം തണുപ്പ് വെള്ളത്തിൽ നിന്നിട്ട് ആസ്വദിക്കുകയാണ് അവിടെ. അപ്പൊ ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ ഇറങ്ങിയാണ്. ഇവിടെയാണ് മണൽ ഇവര് കോരുന്നത്. ഇത് ഇങ്ങനെ കോരിയിട്ട് അവിടെ എന്തോ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടോന്നു, ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് മണല്. എൻ്റെ തലയിലെ മുകളിൽ വെച്ചിട്ട് ബാക്കിൽ ചാക്ക് വെച്ചിട്ടാണ് ഇവര് കൊണ്ടുപോകുന്നത്. ഇവർ ആൾക്കാർ വളരെ ചെറിയ സൈസാണ്, പക്ഷെ നല്ല ആരോഗ്യമുള്ള ടൈപ്പുള്ള ആൾക്കാരാണ്. കാരണം ഒരു മലയും ഇതൊക്കെ സ്ഥിരമായിട്ട് കയറി ഇറങ്ങിയിട്ടുള്ള നല്ല ആരോഗ്യലേറ്റങ്ങളാണ്. അതുപോലെ തന്നെ സ്ത്രീകളും. ഇവിടെ സ്ത്രീകൾ ഞാൻ മുമ്പ് പറഞ്ഞില്ല, കംപ്ലീറ്റ് കടകളിലൊക്കെയാണ് ഇവർ ജോലി. ഇങ്ങനത്തെ അധ്വാനങ്ങളുള്ള പണികൾ കംപ്ലീറ്റ് പുരുഷന്മാരാണ്. അത് സ്ത്രീകളിൽ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഇതിലൊക്കെ പണിയെടുക്കുമല്ലോ, ബിൽഡിംഗ് പണിയില്ല. അവിടെ സ്ത്രീകൾ ഇവിടെ അതിന് കുറവാണ്. ഇവിടെ എന്തോ ഒരു വർക്ക് നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ മണലാണ് അവർ കൊണ്ടുപോകുന്നത്. ഹായ്, ഈ ബ്രിഡ്ജ് നമ്മുടെ ഡബിൾ ഡെക്കർ ബ്രിഡ്ജിക്ക് പോകുന്ന അവിടെ കണ്ടില്ല, അതിനെക്കാട്ടും കുറച്ചുകൂടി വീതി കുറവാണിത്. മാക്സിമം 5 പാസഞ്ചറാണ്. ഞാൻ ഇതിൻ്റെ കൂടി കിടക്കാണ്.
താങ്ക് യു. ഓക്കെ. നമ്മളത് ഉറപ്പിച്ചിട്ടുള്ളത്. ഇതാ വരുന്ന പണിക്കാർ സാധനങ്ങളൊക്കെ ആയിട്ട്. ഇതുപോലത്തെ കുറച്ച് സ്റ്റെപ്പുകൾ ഇനിയും കയറാനുണ്ട്. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് ഒരു നിരപ്പായ സ്ഥലമുള്ളത്. ഇവിടെയാണ് ഇപ്പോൾ ഒരു മണലുണ്ടെന്നിട്ട് നേരത്തെ പണിക്കാരുണ്ടല്ലേ, ഇദ്ദേഹം ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേ അങ്ങനെ പോണം. ഇനി ഇങ്ങനെ കുറച്ച് പ്രതലമായ സ്ഥലം. വലിയ പാറക്കല്ലുണ്ടല്ലോ, പാറക്കല്ലിൻ്റെ സൈഡിലൂടെ അങ്ങനെയാണ് വരുന്നത്. നിങ്ങളെ മുട കിട്ടുക. ഒന്നുകൂടി ഇവിടെ ഇങ്ങനെ പുഴ വലിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഇതാ പാലം പോകുന്നു. ഇനിയാണ് മക്കളെ അതിൻ്റെ അടിപൊളി വ്യൂ വരാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ വന്ന് ഇങ്ങനെ പോയി ആ മലൻ്റെ സൈഡിൽ കൂടി കണ്ടില്ലേ, അങ്ങനെ പോയി 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 അങ്ങനെ പോകും. കണ്ടില്ലേ, താഴേക്ക് അങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ഞാൻ ഈ ബാംബു പാലത്തിന് മുകളിലൂടെ നടക്കാൻ പോവുകയാണ് അങ്ങോട്ടേക്ക്. ഇതാണ് ഇവിടുന്ന് ഇങ്ങനെ വന്നു. ഇത് പുഴ, പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കയറ്റാണ്. വയറിൽ കെട്ടിയുണ്ടാക്കിക്കാണ്. വീണ്ടും വന്ന് തുടങ്ങി. ഇത് പാറപ്പുറം കണ്ടോ, ഇതൊക്കെ പാറയാണ്. പാറിൻ്റെ സൈഡിലൂടെയാണ് അത് കാണുന്നത്. പാറിൻ്റെ സൈഡിലൂടെയാണ് ആ ഒരു കെട്ട്, കണ്ടില്ലേ. മഴക്കാലത്തെ കൂടെ നല്ല വെള്ളം ഉണ്ടാവും. നാച്ചുറൽ സ്വിമ്മിങ് പൂൾ. ഇതിലെ എങ്ങനെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാം. അവിടേക്ക് താഴെ പുഴ ഒഴുകുന്നു.
ഇതിപ്പോൾ ഒരു മലനോട് ചാരിയിട്ടാണ് നിൽക്കുന്നത്. ചെറിയൊരു കോൺക്രീറ്റ് ഉണ്ട്. ഇതിൻ്റെ താഴ്ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇതേ അങ്ങോട്ട് ഒരു വഴിയുണ്ട് സ്വിമ്മിങ്ങിന് പോവാൻ. അതിൻ്റെ കുറച്ച് കല്ല് ആ മറ്റുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഇത്തിരി കൂടി ഈസിയാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പുറത്ത് കൊല്ലിയാണ്, അപ്പുറത്ത് കൊല്ലിയാണ്, ഇപ്പുറത്ത് പാറയാണ്, നടുക്കാണ് നമ്മൾ. തലമുട്ടുന്ന നോക്കണേ. ഇവിടെ ഒരു റാമ്പ് ആണ്, ഇങ്ങനെ അങ്ങോട്ടേ കണ്ടില്ലേ. ഇതൊക്കെ ടൂറിസ്റ്റേഴ്സാണ്, കണ്ടില്ലേ. എങ്ങനെയുണ്ട് ഈ യാത്ര മാഡം? ഉഷാറാണോ? ഇവിടെ അല്ലേ? എന്നാ വരൂ. എങ്ങനെയുണ്ട് ഈ എന്താ പറയാ ഈ ട്രക്കിംഗ്? അടിപൊളിയാണ് അല്ലേ? പ്രകൃതി രമണീയാണ്. ഇവിടെ സീറ്റിംഗ് റെസ്റ്റിംഗ് സീറ്റ് ഉണ്ട്. ഓക്കെ. ഗ്രാമ്പുവായി ഇവിടെയുണ്ട് ചെറിയ കടയൊക്കെ കേട്ടോ. കവുങ്ങുണ്ട്, കവുങ്ങ് ഇഷ്ടം പോലെ ഉണ്ട്. Vậy bịt tối rồi anh. Tại bọn em nó mua cái thằng này yêu hiểu. ഇപ്പോഴും ഇവിടേക്ക് കരിങ്കൽ പടവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജോയിൻസ് ഇതൊക്കെ വെച്ചെടുക്കും അല്ലേ? അല്ല എങ്ങനെയുണ്ട് യാത്ര? ഉഷാറാ? ഞങ്ങളെല്ലാം ഹാപ്പിയാണ്. ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. ക്ഷീണം മാറ്റാൻ ഇവിടുന്ന് ഒരു ജ്യൂസ് വാങ്ങി കുടിക്കാം. നിംബൂസ്. ഭയങ്കര സൗകര്യം ഇങ്ങനെ കടകളുള്ളത്. ഞാൻ പൊതുവേ ഇങ്ങനെ ഈ മല കയറൽ കുറവാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തൊന്നും അവിടെ നിന്ന് ഇങ്ങനെ കൂടുതൽ മലകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പോയപ്പോൾ ഉള്ളത് ഭൂട്ടാൻ. അന്നും അടുത്തതാണ്. ഏകദേശം ഒരു 5 കിലോമീറ്റർ ടൈഗർ നെസ്റ്റിൽ കയറി ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഇത് ബാംബൂ ട്രക്കും അത്യാവശ്യമൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഡബിൾ ഡക്കർ റൂട്ട് ബ്രിഡ്ജ് ഉണ്ട്, അതുണ്ട് അത്യാവശ്യം. അത്യാവശ്യം തന്നെ ഉണ്ട്, കയറാനും ഇറങ്ങാനും.
അപ്പം അത്യാവശ്യം ആരോഗ്യമുള്ളവരും കാലുവേദന മുട്ടുവേദന ഇവർക്കൊക്കെ വരാം. പക്ഷെ ഒന്നൊരു വേദന കൂടുന്നുള്ളൂ. ഇനി കുറച്ചും കൂടി കയറാനുണ്ട്. കാര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഭാഗം ഒരു മല, പിന്നെ ബാംബു ബ്രിഡ്ജ്, പിന്നെ വലിയ കൊല്ലി. ഇതിൻ്റെ അടിഭാഗം കണ്ടില്ലേ? കമ്പിയൊക്കെ വളച്ച് വെച്ചിട്ട് അതിൻ്റെ സപ്പോർട്ട് എടുത്തിട്ടുണ്ടല്ലേ. അത് നോക്കിയാൽ നമുക്ക് പേടിയാവുണ്ടല്ലേ. എത്രയോ താഴ്ചയിലാണ്. ഇനി ഇവിടുന്ന് കയറണം. ഇതുണ്ടോ, പാലത്തിനെ ചെരിച്ച് വെച്ചെന്നില്ല, അതേപോലെ റാമ്പ്. ഇവർ സെക്യൂരിറ്റിയാണ്. ഇതിൽ മാക്സിമം 5 പേഴ്സണാണ് ഒരു സമയത്ത് പോകാൻ പറ്റുക, അല്ലെങ്കിൽ ഇത് ലോഡ് താങ്ങൂല. അപ്പം ഞാൻ കയറാൻ പോവാണ്. ഓക്കെ, വി ആർ സ്റ്റാർട്ടിങ്. ഇതൊക്കെ ഒരു സംഭവം കേട്ടോ. ഇതൊക്കെ ഒരു ഒന്നൊന്നര സംഭവമാണ്. ഈ ഒരു റൈറ്റ് സൈഡിൽ മല, അതിനോട് ചാരിട്ട് ഇങ്ങനെ കാൻഡിലിവറിലാണ് ഈ മുളൻ്റെ ബ്രിഡ്ജ് നിൽക്കുന്നത്, പാറ നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടതുഭാഗത്ത് ഭയങ്കര കൊല്ലിയും. ഇതാണ് ഈ ഒരു ബാംബു ട്രക്കിങ്ങിനെ ഫേമസ് ആക്കുന്നത്. കാരണം ഇങ്ങനൊരു ചെറിയ സപ്പോർട്ടിൽ ഒരു തൂങ്ങി നിൽക്കുന്ന മോഡലിൽ കണ്ടില്ലേ, പുറത്തേക്കുള്ള ആ താഴ്ച ഒരുപാട് താഴ്ചയിലാണ് അത് നിൽക്കുന്നത്. ഇപ്പോൾ വെള്ളം കുറവാണ്, അതുകൊണ്ട് വെള്ളമില്ല. അല്ലെങ്കിൽ വെള്ള സീസൺ ആകുമ്പോൾ ഇഷ്ടംപോലെ വെള്ളം ആ ഭാഗത്തുണ്ടാവും. ഇതൊക്കെ കയറുകൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് കയറ് വെച്ചിട്ടുണ്ട്. പോകുന്ന വഴിയിൽ ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് കയറ്. ഈ കയറിട്ടിട്ട് ഇവർ മെയിൻ്റെനൻസ് ചെയ്യും. കംപ്ലീറ്റ് കെട്ടിക്കൂട്ടിയിട്ടാണല്ലോ ഇതിൻ്റെ ഈ ഇതുണ്ടാക്കിയിട്ടുള്ളത് കംപ്ലീറ്റ്. എൻ്റെ ഈ കയ്യിൽ ക്യാമറയും സ്റ്റാൻഡും, ഈ കയ്യിൽ സ്റ്റിക്കും, ബാക്കിൽ ബാഗും. ഇനി ഞാൻ ക്യാമറ വെച്ചാൽ ഓഫാക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ കണ്ടോളൂ. ഇതാണ് ഈ പാലാണ് ഇനി അങ്ങനെ പോകുന്നത് കേട്ടോ. ഇതായി കാണുന്നത് ഇതങ്ങനെ പോവാണ്. ഇവിടെ ഒരു സെക്യൂരിറ്റിക്കാരുണ്ട് പാട്ടൊക്കെ വെച്ചിട്ട്. എന്തെങ്കിലും അപകടം പറ്റിയാലൊക്കെ പിന്നെ ആൾക്കാർ എണ്ണെടുക്കാനൊക്കെ പാട്ടൊക്കെ വെച്ചിരിക്കുന്നു. ഇപ്പൊ സെക്യൂരിറ്റി ഉള്ള അവിടുന്ന് അങ്ങോട്ടേക്ക് ഉള്ളതുണ്ടല്ലേ, ഇളകുന്നുണ്ടല്ലോ നിങ്ങള്. ഇത് ഈ കമ്പീൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ടോ? ഇതാ മറ്റേനൊക്കെ താഴെ സപ്പോർട്ടാ. നമുക്ക് തന്നെ പേടിയാവും ഇതിങ്ങനെ ഇളകുന്ന സമയത്ത്. കാരണം താഴെ ഭയങ്കര കൊല്ലിയല്ലേ, വടിവിടെ കുത്താൻ സൗകര്യമില്ല. ഇതുവരെ ഉള്ളൂ. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാൻഡുണ്ട്, ഹാൻഡ് റെയിലുണ്ട്. മല ഉണ്ടല്ലേ. ആ
ഇവിടെ ഒരു ബെൻഡാണ്. ആ ബെൻഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് പിന്നെ നേരെ പോവുക. ഇനി വീണ്ടും ഇറക്കാണ്. ഈ ബാമ്പുകൊണ്ടിൻ്റെ ഇറക്കത്തിലാണ്, മറ്റേ സാധാ ലെവലിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് കാണാം. ഇതെന്താ ഇവിടുന്ന് ഇങ്ങനെ പോയി ഒരു കട്ടിങ്, പിന്നൊരു കട്ടിങ്, പിന്നൊരു കട്ടിങ്, അങ്ങനെ 3 കട്ടിങ്. ഇവിടെ ഒരു കട്ടിങ്, ഇവിടെ ഒരു കട്ടിങ്. ഇതിവിടെ ഒരു ഭാഗം അവസാനിച്ചിരിക്കുന്നു. ഇനി കുറച്ച് സ്റ്റെപ്പാണ്. ഇത് മുള അങ്ങനെ ചീന്തിയിട്ടുണ്ടാക്കിയിരിക്കുകയാണ്. ഇറക്കാണ്. ഇതിപ്പോൾ ഇങ്ങനെ കയറി അവിടുന്ന് വന്നതാണ്. ഇങ്ങനെ വന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ്. ഇങ്ങനെ കയറിയിട്ട് അങ്ങനെ പോകണം. പിന്നെ അവിടെ ലാസ്റ്റ് അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടല്ലേ. ഇനി ഇവിടെ കുറച്ച് പാലുണ്ട് ഇവിടെ ഉണ്ടല്ലേ. ഇത് ലാസ്റ്റാണ് തോന്നുന്നു, എന്താ അറിയില്ല. ഇനി അങ്ങനെ കയറ്റം കുറച്ചും കൂടി. ഇതൊരു വ്യൂ പോയിൻ്റാണ്. ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഇതാണ് വ്യൂ പോയിന്റ്. ഇതൊരു വ്യൂ പോയിന്റ് ആണ്. ഇനി കുറച്ചും കൂടി ഉണ്ട് ബാക്കി. അപ്പം നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു വ്യൂകളൊന്ന് കാണാം. അങ്ങ് ദൂരെ കണ്ടില്ലേ ഈ ഒരു ഭാഗം കൊടിയൊക്കെ വെച്ചുള്ള, അതാണ് ഇതിന്റെ എൻഡ് പോയിന്റ്. ഈ ഒരു ഭാഗത്തേക്കാണ് ഇനി ലാസ്റ്റ് എത്തേണ്ടത്. അപ്പൊ ഇവിടുന്ന് പുറപ്പെട്ടിരിക്കുന്നത് ആണ് ഞാൻ വന്നത്. ഇതാണ് ഫസ്റ്റ് വ്യൂ പോയിന്റ് ഉള്ളത്. ഇതിലെങ്ങനെ പോണം. ഇനിയാണ് കുറച്ചും കൂടി ഡേഞ്ചറസ് ആയിട്ടുള്ള വഴികള്. നേരത്തെ പിണ്ടിയിലായിട്ട് കുടുങ്ങൂലോ വെറുതെ വരൂലല്ലോ, അതുകൊണ്ടാണ്. ഇതേപോലെ ഉറക്കാം. അവിടെ എത്തണം. നമ്മളെന്നെ ആദ്യം ഇടും.
അതല്ല വാങ്ങിയത്. ആ കാണുന്നതാണ് നമ്മുടെ ലാസ്റ്റ് എൻഡ് പോയിന്റ്. ഇതിന്റെ എൻഡിലെ കടയെ തോന്നുന്നുണ്ട്, സംശയമുണ്ട്. കടയല്ല. പാഞ്ചാത്മി പാഞ്ചാത്മി ഇവിടുത്തെ സെക്യൂരിറ്റിയാ. 5 പേരെ ഉള്ളു ഇതിൽ പോകാൻ പറ്റുക ഫസ്റ്റ് ഇതിൽ. അവിടെ എത്തണം. സെൻട്രൽ അവിടെ എത്തിയിട്ട് പിന്നെ അവിടുന്ന് ലെഫ്റ്റ്, പിന്നെ അങ്ങാ ദൂരെ പാലം കഴിഞ്ഞു. ഇനി ഇങ്ങനെ കയറിയിട്ട് അങ്ങനെ അവിടെ എത്തണം. ഇവിടെയാണ് ഇനി റിസ്ക്. ഇങ്ങനെ ഇറങ്ങണം. ഈ ഒരു പാറയും ആ ഒരു പാറയും തമ്മിൽ കണക്ട് ചെയ്യാനുണ്ട്. ഭയങ്കര പേടിയാ. കുത്തനുള്ള കയറ്റം. അങ്ങനെ ബാംബു ട്രക്കിന്റെ എൻഡ് പോയിന്റിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഉള്ളി കിട്ടോ? അതിനുള്ള ആര് കാശ്
ഉമ്മിനാ കണ്ടിട്ട് അയക്കണ്ട വേണ്ട ഇപ്പൊ സമയം ഉച്ചക്ക് 2:20 അയക്കുന്നത്. ഞങ്ങള് 11:15 കയറൽ തുടങ്ങിയ. അപ്പൊ ഏകദേശം ഒരു 3 മണിക്കൂർ സമയം അയക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ എൻഡ് പോയിന്റ്. ഇവിടെ നമ്മളെ ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ്. ഇനി ഇവിടുന്ന് റെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് ഇതേപോലെ ഇനി അങ്ങോട്ടേക്ക് തന്നെ മടങ്ങി പോവും വേണം. അപ്പൊ ഒരു തവണ അടിപൊളി യാത്രയാണ്, ഭയങ്കര റിസ്ക് യാത്രയാണ്, ഭയങ്കര എന്താണ് പിന്നെ ഏഷ്യയിൽ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു ബാംബു ട്രക്കിംഗ് ആണിത്. അപ്പൊ ഇതാണ് നമ്മുടെ ബാംബു ട്രക്കിന്റെ എൻഡ് പോയിന്റ്. ഇനി അവിടുന്ന് ഞങ്ങൾ റിട്ടേൺ അടിക്കുകയാണ്. ഞങ്ങള് മടങ്ങി വരുന്ന സമയത്ത് ഇവിടെ പോയ സമയത്തുള്ള ആ ഒരു പുഴ ഉണ്ട്. ആ പുഴയിൽ വെള്ളത്തിൽ നിൽക്കുന്ന ഡൈനിങ് ടേബിളൊക്കെ ആണല്ലേ. അപ്പൊ അവിടുന്ന് കുറച്ച് സ്നാപ്പ് എടുത്തൊക്കെയാണ്. ചിലര് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഈ ഒരു ഭാഗം. ഇപ്പൊ വെള്ളം കുറവാണ്. വെള്ളമുള്ള സമയത്ത് നല്ലോണം ഉണ്ടാവും. നല്ല അടിപൊളി ടൈമാണ് ഇപ്പത്തെ സമയം. അപ്പൊ ഇനി ബാക്കിയുള്ള കാഴ്ചകൾ കണ്ടിട്ട് അങ്ങനെ നമുക്ക് താഴേക്കെത്താം. മേഘാലയയില് പാറപ്പുറത്താണ് ഇവരെ ബ്ലാങ്കറ്റൊക്കെ പുതപ്പ് ഇതൊക്കെ ഉണക്കിയിട്ടുള്ളത്. അതിന് മുകളിലൊരു കല്ല് പാറാതിരിക്കാൻ വെച്ചിട്ട് അദ്ദേഹം എന്നിട്ട് മടക്കി വെക്കാണ്. കണ്ടോളൂ, കല്ലൊക്കെ മാറ്റി. അത് പ്ലാസ്റ്റിക്കിന്റെ വിരിയാട്ടോ. ഇതാണ് പായാണ്, പ്ലാസ്റ്റിക് പായാണത്. ഇവിടെ പുഴയില് ടേബിളൊക്കെ ഇട്ടിരിക്കുകയാണ് സന്ദർശകർക്ക് ചായ കുടിക്കാൻ. അത് ഉണ്ടാക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഞാൻ ഈ അടുത്ത സമയത്തെ ഞാനിങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ സ്റ്റൂള് ഇതുപോലെ പ്ലാസ്റ്റിക് സ്റ്റൂളാ ഇങ്ങനെ മടക്കി അങ്ങ് അടിക്കാൻ പറ്റും. നമുക്ക് ഇവിടുത്തെ ഗ്രാമീണവാസികളൊന്ന് കാണാം. അവര് വിറക് പെറുക്കി കൊണ്ടുപോവാണ്. ചാലോ ചാലോ ഫോട്ടോ എടുത്തോ? മാത്രമേ മതി. റൈറ്റ് അത് മനസ്സിലാ എന്താണ് പക്കണോ? വിറക് വെട്ടിക്കൊണ്ട് വന്നെയാ. नाम नाम क्या है? नाम नहीं है, नाम पे मेघालय. यार അവൻ ചെറുപ്പം ഇവിടുത്തെ ഗ്രാമവാസികളെപ്പോലുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു ചെറിയ പിഞ്ചു കുട്ടിയാണ്. ഇത് വിറക് കൊണ്ടുവന്നിരുന്നവരാണ്. ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ് ഈ കാണുന്നത്. ഇപ്പൊ സമയം 5:40 ആയിരിക്കുന്നു വൈകുന്നേരം. അങ്ങനെ മേഘാലയയിലെ ബാംബു ട്രക്കിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരു സംഭവമാണ്. രണ്ടാമത് ഇന്നോട് ഇനി കയറുക വെച്ചാൽ ഇനി 1,00,000 ഉറുപ്പ്യ വന്നാലും ഞാൻ കയറൂല. അപ്പൊ അതിന്റെ ഉഷാർ എത്ര ഉണ്ട് നിങ്ങൾക്ക് അറിയില്ലേ? ചെറിയ റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകണം. ഇപ്പൊ രാത്രി ഏകദേശം 6 മണി കഴിഞ്ഞ് 6:20 ആയിക്കുന്നു. ഇനി ഞങ്ങൾ നേരെ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് ചിറാപുഞ്ചിയിൽ നിന്ന് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. നേരെ ഞങ്ങൾ ഇനി പോകുന്നത് ദൗക്കി എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലേക്കാണ് പോകുന്നത്. അവിടെ ദൗക്കിയിലുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ബംഗ്ലാദേശ് ബോർഡറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. പിന്നെ അവിടെ വേറെയും കുറച്ചൊന്ന് രണ്ട് കാര്യങ്ങൾ കാണാനുണ്ട്. അതൊക്കെ കണ്ടിട്ട് കാണും. അപ്പൊ ഇന്ന് രാത്രി
ദൗക്കിയിലാണ് താമസിക്കുക. ഈ മോള ട്രക്കിംഗ് നടന്ന സ്ഥലം ഞാൻ പറഞ്ഞില്ലേ, വാഹൻ ഗ്രാമാണ്. അവിടുന്ന് ദൗക്കിയിലേക്ക് ഏകദേശം 60 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഏകദേശം രാത്രി ആയതുകൊണ്ട് ഒരു 2 മണിക്കൂറിന്റെ അടുത്ത് റണ്ണിങ് ടൈം എടുക്കും നമ്മുടെ ഡ്രൈവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇന്ന് രാത്രി ദൗക്കി വലിയൊരു സിറ്റിയാണ്. ദൗക്കിന്ന് ഏകദേശം ഒരു 16 കിലോമീറ്റർ ഇങ്ങോട്ട് പിന്നോട്ടായിട്ട് പോങ്ടൺ എന്നൊരു സ്ഥലമുണ്ട്. ആ പോങ്ടണിലാണ് നമ്മളിന്ന് രാത്രി സ്റ്റേ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. ഇപ്പൊ ഏകദേശം എത്താനയക്കുന്നത്. ഇവിടെ ഒന്നും രാത്രി സ്ട്രീറ്റ് ലൈറ്റുകളില്ല, കടകൾ ലൈറ്റുകൾ മാത്രമാണ് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ റൂം. ഇന്ന് രാത്രി ഭക്ഷണം ഇവിടുത്തെ ഫ്രൈഡ് റൈസ് ആണ്. അപ്പൊ രാത്രി ഞങ്ങളൊന്ന് എല്ലാവരും കൂടി കൂടിയതാണ്. വിറകൊക്കെ കത്തിച്ചിട്ട് ഒരു ക്യാമ്പ് ഫയർ പരിപാടിയാണ്. ഇനി നന്നായിട്ടൊന്ന് ഉറങ്ങണം. കാരണം ഈ ബാംബു ട്രക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര സംഭവമാണ്. ലൈഫിൽ ഒരു തവണയെങ്കിലും ഒന്ന് പോകണം. കാരണം അത്രയും അഡ്വാൻസ് ആണ്, സാഹസികമായിട്ടുള്ള ഒരു യാത്രയാണ്. ഇദ്ദേഹം ഇവിടുത്തെ പണിക്കാരനാണ്. പുള്ളിക്കാരൻ മണ്ണെണ്ണ വെച്ചിട്ടാണ് ഇത് കത്തിക്കുന്നത്. മേഘാലയക്കാരൻ. ഇവിടെ നല്ല മുറ്റോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. ഞാൻ നാളെ രാവിലെ ഒന്ന് ഉറങ്ങി എണീച്ച് ഇതിന്റെ പരിസരവും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഇനി ഒന്ന് പോയിട്ട് നല്ല സൂപ്പറായിട്ട് ഒന്ന് ഉറങ്ങണം. കൈകാലുകൾക്ക് വേദനകളുണ്ട്. എന്നാൽ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.